നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി CBSE ICSE ഗൈഡ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് 2025 ഗൈഡാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സുഗമയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഗൈഡ് കിട്ടിക്കാണും. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഉൾപ്പെടെയുള്ള PDF ആണ് ഇന്നിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ക്വസ്റ്റ്യൻ മോഡലും ഓരോ ചാപ്റ്ററിൻ്റെ വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോട്ടില്ലാത്ത കുട്ടികൾ ഇതാദ്യം സ്ക്രീൻഷോട്ട് എടുക്കുക. അതുകൊണ്ടാണ് പതുക്കെ വീഡിയോ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പതുക്കെ പോകുന്നത് കൊണ്ട് അത് എഴുതിയെടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നോട്ടില്ലാത്തവർ എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് എഴുതുകയും വായിച്ച് പഠിക്കുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ജില്ലാ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് റാങ്കൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ മോഡലായിട്ട് വരുന്നത്. ഓരോ പേജിൽ നിന്നും ഓരോ റോം ലെറ്ററിൽ 8 ക്വസ്റ്റ്യൻ വീതമുണ്ട്. അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് വീതമാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം എല്ലാ നോട്ടും എഴുതിയെടുക്കുക ഓരോ പേജ്. അപ്പോൾ ഫസ്റ്റ് പേജിൽ റോം ലെറ്റർ 1ഉം 2 ആണെങ്കിൽ അത് ബുക്കിലോട്ട് എഴുതിയതിന് ശേഷം അത് നന്നായിട്ട് കേട്ട് പഠിച്ചതിന് ശേഷം അടുത്ത പേജിലേക്ക് പോവുക. അങ്ങനെ ഓരോ പേജ് പഠിച്ചതിന് ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ മോഡൽ എന്ത് ചെയ്യുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതിലൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു 3 ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വേണം പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുമ്പോൾ ഇതിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് കേരള ഹിന്ദി പ്രചാരസഭ തിരുവനന്തപുരം സുഗമ ഹിന്ദി പരീക്ഷ സ്റ്റാൻഡേർഡ് 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പൂരാ കീജിയെ, ഫില്ല് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സ്വരാക്ഷരമാണ്. ആ ഡേഷ് ഇ ഡേഷ് ഉ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെഴുതുക, അവിടെ ഫില്ല് ചെയ്ത് എഴുതുക അല്ലേ. ആ ഇ ഉ ഊ. ഓക്കെ. സെക്കൻഡ് വരുന്നത് ഊ ഡേഷ് എ ഡേഷ് ഓ. അപ്പോൾ എന്ത് വരും, ഊ ഇർ എ ഐ ഓ ഔ. തേർഡ് വരുന്നത് എ ഡേഷ് ഓ ഡേഷ് ഡേഷ് ആ. അപ്പോൾ എങ്ങനെ എഴുതാം, ഇവിടെ മിസ്സിങ് ഉള്ളത് ഐ ഓ ആ. ഓരോ ചിഹ്നങ്ങളും നല്ല കറക്റ്റായിട്ട് തന്നെ എഴുതണം, അല്ലെങ്കിൽ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും നല്ല ഭംഗിയായിട്ട് പിടിച്ചെഴുതുക. 2 ലൈൻ ബുക്ക് വേണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 2 ലൈനിന് തൊട്ട് വേണം എഴുതേണ്ടത്. കാ ഡേഷ് ഗ പ്ലസ് ഗ. അപ്പോൾ എന്താ, കാ ഇഖ ഗ ഇഖ ങ. അടുത്ത് വരുന്നത് ച ഇച്ഛ ജ ഇച്ഛ ഞ. ത ഇഥ ദ ഇഥ ന. യ ര ല വ. അതൊക്കെയാണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത്. അടുത്തത് പ ഇഫ ബ ഇഫ മ. ഓക്കെ. അടുത്ത സെക്കൻഡ് സ്വർ മാത്രായ ലഗാക്ക് ലിഖിയെ. ഇവിടെ സ്വരത്തിൻ്റെ മാത്ര എഴുതാനാണ്. ക് പ്ലസ് ഉ. അപ്പോൾ എന്ത് വരും, കു. അപ്പോൾ എങ്ങനെയാണ് കു വരുന്നത്, ക് പ്ലസ് ഉ ആണ് കു ആയിട്ട് വരുന്നത്. ഫു പ്ലസ് എ ഫൈ. മ പ്ലസ് ഇ മീ. ല് പ്ലസ് ഇർ ലിർ. ദ് പ്ലസ് ഓ ദോ. ഗ പ്ലസ് ഇ ഗി. ത് പ്ലസ് ആ ത. ഠ പ്ലസ് ഠം. ഓക്കെ. അപ്പോൾ ഇത്രയും ബുക്കിലോട്ട് എഴുതി ഒരു 2-3 തവണ എഴുതി പഠിക്കുക. എന്നിട്ട് ഇത് ടെസ്റ്റ് പേപ്പർ ഇങ്ങനെ മറച്ച് വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ആൻസർ മറച്ച് വെച്ചിട്ട് അതുപോലെ എഴുതി വെക്കണം. ഓക്കെ. അപ്പോൾ ആ പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പേജ് നമ്പർ 4 ആണ് വരുന്നത്. വചൻ ബദൽക്കർ ലിഖിയെ. വചൻ എന്ന് വെച്ചാൽ ഏകവചനം ബഹുവചനം. ഏകവചനം എന്ന് പറഞ്ഞാൽ 1 ഒരെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഏകവചനം. ബഹുവചനം എന്ന് പറയുമ്പോൾ 1-ൽ കൂടുതൽ വരുന്ന സംഖ്യകളെയാണ് ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വചൻ ഫൽ തന്നെ. അപ്പോൾ അത് ബഹുവചനമാണോ ഏകവചനം എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഫൽ തന്നെ പഠിക്കുക. ഖോഡ ഖോഡെ. ഖോഡ ഖോഡെ. എന്താണ്, ഫ്രൂട്ട്. ഖോഡ കുതിര. ഖോഡ ഖോഡെ. അടുത്ത് ചൂഹ. ചൂഹ എന്താണ്, റേറ്റ് അല്ലേ. അപ്പോൾ ചൂഹ ചൂഹെ. ഇവിടെ ഹേ എന്ന് പറയുമ്പോൾ ഹായുടെ അടുത്ത് തന്നെ എ ചിഹ്നം കൊടുക്കുക. പുസ്തക് പുസ്തകേം. പുസ്തകേം എഴുതുമ്പോൾ എ ചിഹ്നം കൊടുത്തിട്ട് ചിഹ്നം കൊടുക്കുക. അപ്പോഴേ പുസ്തകം ആവുള്ളൂ. ബില്ലി ബില്ലിയാം. ബില്ലിയാം എഴുതുമ്പോൾ 2ൻ്റെയും ദീർഘങ്ങൾ ഇടതാണ് വരുന്നത്. ബില്ലിയാം കണ്ട, ലാടപ്പതി ല. ബില്ലിയാം.
ഒരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ലെങ്കിൽ മാർക്കൊക്കെ പോകും, നമുക്ക് റാങ്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു വീഡിയോ പഠിക്കുമ്പോൾ റാങ്ക് കിട്ടത്തക്ക രീതിയിൽ തന്നെ പഠിക്കുക. ടീച്ചർ ഓരോന്നും വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ കപ്പട, കപ്പടേ, കണ്ട ഡേ ഠായുടെ ഒരു അംചിഹ്നം കൊടുത്തിട്ടുണ്ട്, ഒരു കുത്തു കൊടുത്തിട്ടുണ്ട്. പൗത, പൗതേ, ആ ധാ എഴുതുമ്പോൾ മുഴുവൻ വരയ്ക്കില്ല, അതാ കണ്ട ഹാഫ് വരച്ചിട്ടുള്ളൂ. ഖറ്, ഖറ് തന്നെ. ചിടിയ, ചിടിയാം, അതിൻ്റെ രണ്ടിൻ്റെ വള്ളി ഇടതാണ്. ലടുക്കി, ലടുക്കിയ, ലടുക്കിയാര വള്ളി ഇടതാണ്. അപ്പോൾ ദീർഘങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം എഴുതേണ്ടത്. അപ്പോൾ ഫാൽ, ഫാൽ തന്നെയാണ്. കോട, കോടെ, ചൂഹ, ചൂഹെ, പുസ്തക്, പുസ്തകെ, ബില്ലി, ബില്ലിയ, കപ്പട, കപ്പടെ, പൗത, പൗതേ, ഖർ, ഖർ തന്നെ. ചിടിയ, ചിടിയ, ലടുക്കി, ലടുക്കിയ. ഓക്കെ, അടുത്ത് ഫോർത്താണ്. ദോ അക്ഷർ സേ ബനെ ശബ്ദ്, 2 അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ എഴുതാനാണ്. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഫല്ല്, ബസ്, ഖർ, നൽ, ആം, ഈക്ക്. ഫസ്റ്റ് സുഗമയിൽ വരുന്ന അതേ മോഡൽ തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 അക്ഷരം വരുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. ഇപ്പോൾ ഫല്ല്, ബസ്, ഖർ, നല്ല്, ആം, ഈക്ക്. ഫല്ലെന്താണ്? ഫ്രൂട്ട്. ബസ്, ബസ് തന്നെയാണ്. ഖർ, ഹൗസ്. നല്ല്, ടാപ്പ്. ആം, മാംഗോ. ഈക്ക്, ഷുഗർ കേൻ. ഓക്കെ, അടുത്ത തേട്. അപ്പോൾ ഇതെല്ലാം എഴുതി തന്നെ പഠിക്കുക. ഇതിനൊക്കെ 4 വീതേ ചോദിക്കാറുള്ളൂ. ഇത് 3 അക്ഷർ സേ ബനെ ശബ്ദം, 3 അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ. കമാല്, കമൽ. കമല്, കമൽ. കമൽ എന്താ? ലോട്ടസ്. മച്ചലി, മച്ചലി, ഫിഷ്. ഫവന, ഭവന, ഭവന, ഹൗസ് എന്ന് പറയാം. ഗമല, ഗമല, ഫ്ലവർ പോട്ട്. ചതരി, ഛതരി, അംബ്രല. അനാർ, അനാർ, പൊമോഗ്രനേറ്റ്. ഇപ്പോൾ ഇവിടെ വന്നതെല്ലാം 3 അക്ഷരമാണ്. കമല്, ഉണ്ടോ? 3 അക്ഷരം. അടുത്തത് 4 അക്ഷർ സേ ബനെ ശബ്ദം, 4 അക്ഷരം വരുന്ന വാക്കുകൾ. അങ്ങനെ പറയാം. സർക്കസ്, സർക്കസ്. ടമാട്ടർ, ടമാട്ടർ. ധർമസ്, ധർമസ്. ഉബവൻ, ഉബവൻ. അജുഗർ, അജുഗർ. ഓക്കെ, അടുത്ത ഗിൻതിയാണ്. 1 മുതൽ 15 വരെ പറയാനാണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 11 11 പറയുന്നത് 11 എന്താ? 11, 12, 13, 14, 15. ഇതിൽ നിന്ന് ഏതെങ്കിലും മിസ്സിങ് ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ 5, 10, 15 ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഏത് വന്നാലും 15 വരെ പറയാൻ പഠിക്കുക കേട്ടോ. അടുത്ത് 7th പറഞ്ഞ് 8. ഗിൻകർ ഹിന്ദി മേലിക്ക്. ഇവിടെ കുറേ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറാണോ ഫ്ലവറാണോ? അപ്പോൾ അതിന് എണ്ണി പറയാനാണ് പറയുന്നത്. അതിങ്ങനെ എണ്ണി നോക്കുക എത്ര ഗിൻതി. കൗണ്ട് ചെയ്യുക. 1, 2, 3. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 എത്ര? 9 ഉണ്ട്. അടുത്ത് കുറച്ച് ഫ്ലവർ അല്ലേ, അതും എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 എത്രയാണ്? 7. അടുത്ത് കുറച്ച് ശംഖ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4. അപ്പോൾ 4. ഓക്കെ, അപ്പോൾ അത്രയും ഓക്കെ അല്ലോ. അടുത്ത് വരുന്നത് രംഗോങ്കേന, നിറങ്ങളുടെ പേരാണ്. ലാല, ലാല, ലാൽ, കാല, നീല, പീല. അപ്പോൾ ലാൽ റെഡ്, കാല ബ്ലാക്ക്, പീല മഞ്ഞ, പൂര ബ്രൗണ്, സഫേദ് വൈറ്റ്, ഹര പച്ച. എളുപ്പത്തിന് കാല, നീല, പീല, ലാൽ, സഫേദ് അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത് ദിശാവോങ്കേന, ദിക്കുകൾ. ഉത്തർ, ദക്ഷിണ, പശ്ചിമ, പൂർവ്വ. ഉത്തർ, ദക്ഷിണ, പശ്ചിമ, പൂർവ്വ. വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ ഉത്തർ, ദക്ഷിണ, പശ്ചിമ, പൂർവ്വ. ഇനി ചിത്ര ദേക്കർ ഉൻകെ നാം, ചിത്രം നോക്കിയിട്ട് അതിൻ്റെ പേരുകൾ. ഇവിടെ ആപ്പിളിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആ പാഠമാണ് കൊടുത്തിരിക്കുന്നത്, പിക്ചറാണ്. അപ്പോൾ ആപ്പിളിനെ പറയുന്നത് സേബ്. മാംഗോ എന്താ? ആം. പൊമോഗ്രനേറ്റ് അനാർ. ലോട്ടസ് കമൽ. ട്രീ പേഡ്. അംബ്രല്ല ഛത്തരി. മച്ചലി ഫിഷ്. ഗോട്ട് ബക്കരി. സണ്ണ് സൂരജ്. എലിഫൻറ്റ് ഹാത്തി. ബനാന കേല. പാരറ്റ് തോത്ത. അപ്പോൾ എന്താ പറയാം? സേബ്, അനാർ, പേഡ്, മച്ചലി, ബക്കരി, സൂരജ്, ആം, കമൽ, ഛത്തരി, ഹാത്തി, കേല, തോത്ത. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇതെല്ലാം എഴുതി വേണം പഠിക്കേണ്ടത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നോക്കണം കേട്ടോ. അടുത്ത് വരുന്നത് കൗവ, കുർസി,
ബന്ദർ, പതങ്ക് എന്ന് പറയും. കൗവ, കുർസി, ബന്ദർ, പതങ്ക്. തിത്തലി, ആങ്ക്, കുത്ത, കിതാബ്. ഓക്കെ. അടുത്ത് വരുന്നത് പക്ഷിയോങ്കേ നാം, പക്ഷിയുടെ പേര് എഴുതാനാണ്. തോത്ത, മോർ, കോയൽ, കൗവ, ഉല്ലു. ഇപ്പോൾ 5 പക്ഷികളെക്കുറിച്ചും 5 മൃഗങ്ങളെക്കുറിച്ചും 5 ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ പക്ഷി ആരൊക്കെ വരാം? തോത്ത, പാരറ്റ്, മോർ, പീക്കോ, കോയൽ, കുക്കു, കൗവ, ക്രോ, ഉല്ലു, ഔൾ. ഓക്കെ. അടുത്ത് ജാൻവരോം കെ നാമ, മൃഗങ്ങളുടെ പേരാണ്. ഗായ്, ബൈൽ, ബക്കരി, ഹാത്തി, ഷേർ, കുത്ത. ഗായ് അറിയാലോ, കൗ. ബൈൽ ബുള്ളോക്ക്, ബക്കരി ഗോട്ട്, ഹാത്തി എലിഫൻറ്റ്, ഷേർ ലയൺ, കുത്ത ഡോഗ്. ഇത് ഫലോം കെ നാമാണ്. ആം, സേബ്, കേല, അങ്കൂർ, അനാർ. ആം, സേബ്, കേല, അങ്കൂർ, അനാർ. അതൊക്കെ പഠിച്ചു തന്നെ. അടുത്ത് വരുന്നത് വീഡിയോ ലോങ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ചെറിയ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ 2 ദിവസം ഓൺലൈൻ ക്ലാസ്സും നൽകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും നന്നായിട്ട് സേവ് ചെയ്ത് പഠിച്ചു വയ്ക്കുക കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എഴുതി തന്നെ പഠിക്കുക, മിസ്റ്റേക്ക് ഇല്ലാതെ വരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റാങ്ക് കിട്ടട്ടെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നമസ്കാരം.